ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കോവളത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവളം എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന, വെളി രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. അവിടെയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് മാക്സിമം കോവളത്തുള്ള പല സ്ഥലങ്ങളും നമുക്ക് കാണണം, കോവളത്തിൻ്റെ ബീച്ച് കാണണം എന്നുള്ള ഇതിലാണ് ഗൈസ്. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യും. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എവിടേക്കാണ് ഓപ്പൺ, എവിടേക്കാണ് ക്ലോസ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളിലൂടെ മാത്രമേ എനിക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുക. എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ സ്വാഗതം. ഹലോ ഗൈസ്, നമ്മളിതാ കോവളത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ കോവളത്തെത്തി കോവളത്തിൻ്റെ മനോഹാരിതയെ നമ്മുടെ കൊണ്ടിലോട്ട് നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ആൾക്കാരാണ് ഗൈസ്. ഒരുപാട് പേര് ലോക്ക്ഡൗണിനൊക്കെ ശേഷം കോവളത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഇവിടെ ചുറ്റുപാടുമുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ മൊത്തത്തിൽ. ഇപ്പം ലോക്ക്ഡൗണിനൊക്കെ ശേഷം ആൾക്കാർ പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. നല്ല നൈസ് വൈബിലാണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത്. ഇതെന്ന് അറിഞ്ഞൂടെ ഗൈസ്, ഒരു ബന്ധമില്ലാത്തൊരു സന്തോഷമാണ് ഗൈസ് ഇവിടെ എല്ലാവരെയും കാണുമ്പോഴൊക്കെ. നമ്മൾ കുറേ കാലം വീട്ടിലൊക്കെ ആയിരുന്നില്ല, ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ അല്ലാതെ നൈസ് വൈബാണ്. നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കടലും കടൽ തീരങ്ങളും ആളുകളൊക്കെ ആയിട്ട് നല്ല ഒരു നൈസ് വൈബാണ്. കൊച്ചു പിള്ളേരൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നല്ലൊരു വല്ലാത്ത സെറ്റപ്പിലാണ്. പട്ടം പറത്തുന്നുണ്ട് ആൾക്കാരും. ഒരുപാട് ഐസ്ക്രീം തൊഴിലാളികൾ ഒത്തിരി പേര് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു മനോഹാരിത, കേരളത്തെക്കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയട്ടെ, കേരളത്തെക്കുറിച്ച് നമുക്കൊരു അഭിമാനം തോന്നുന്ന മൊമെൻറ്റ്സാണ്. കാര്യം നമ്മുടെ കേരളത്തിലുള്ള ഈ കോവളം കാണാനാണ് ബ്രിട്ടനിൽ നിന്നും വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നത്. ഇത് വല്ലാത്ത നൈസ് സ്പോട്ടാണ്, നല്ല സൂപ്പറാണ്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ആൾക്കാർ പൊതുവെ കുറവാണെന്നെങ്കിലും സാധാരണഗതിയിൽ ആൾക്കാർ ഇത്ര പേരല്ല സാധാരണ വരുന്നത്. സാധാരണ ഒത്തിരി ആളുകൾ വരുന്നതാണ്. ഒരുപാട് പേര് ഇവിടെ കടൽ തീരത്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നല്ല മനോഹരമായ തിരകളൊക്കെ അടിക്കുന്നുണ്ട്. ആളുകളൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. പിള്ളേരൊക്കെ അവിടെ ചാർക്കയിലൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് കടൽ തീരത്തിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഒത്തിരി മനോഹരമായ, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഒത്തിരി ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു വ്യൂ കാണുന്നത് നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. ആൾക്കാർ കണ്ടില്ലേ കൈ കടലിലൊക്കെ കളിക്കുകയാണ്. മൊത്തത്തിലും സൂപ്പറായിരിക്കുകയാണ് കടൽ തീരങ്ങളും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കൈ കിട്ടുന്നത്. അതായത് നമുക്കൊരു നൈസ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയാണ്. കാര്യം നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു സൺസെറ്റിനോടടുത്ത് സണ്ണ് നിൽക്കുകയാണ്. സൂര്യൻ അസ്തമിക്കാറാവുന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലോ കാണുന്നില്ലേ, നൈസാണ് ഗൈസ്, പൊളിയാണ്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായ നിലയിൽ ഇങ്ങനെ നിന്നിരിക്കുകയാണ്. വേറൊരു പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ വിദേശികൾ കൂടുതൽ ഇവിടെ വരുന്നു. അവരിവിടെ നൂൺ പാത്ത് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കച്ചവടക്കാർ കൂടുതലും കച്ചവടം ചെയ്യാനും ജീവിതത്തിൻ്റെ മാർഗ്ഗങ്ങൾ ശരിയാക്കാനും പല സ്ഥലത്ത്, അതായത് ഇന്ത്യൻസും ഒക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? അതായത് ഡിസംബർ മാസത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നൈസാണ്. ഉള്ള ലൈഫ് ഗാർഡ്സൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ലൈഫ് ഗാർഡ്സും അവരവരുടെ കർത്തവ്യം കറക്റ്റായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ലൈഫ് ഗാർഡ്സ് അവർ വളരെ മനോഹരമായ രീതിയിൽ അവിടെ ജോലി ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ മറ്റുമൊക്കെ അവരാണ് കൂടുതലും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുമൊക്കെ ഇരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് കാര്യം. ഗൈസ്, ഈ കാണുന്ന ആൾ ഇവിടുത്തെ ലൈഫ് ഗാർഡാണ്, കോവളത്തുള്ള ലൈഫ് ഗാർഡാണ്. അദ്ദേഹം 26 വർഷം കൊണ്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഇവിടെ ലോക്ക്ഡൌണിന് ശേഷം ആൾക്കാർ അളവ് എങ്ങനെയാണ്? ആൾക്കാരെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൊത്തത്തിൽ സാമൂഹിക അകലമൊന്നും ഇല്ലല്ലേ ആൾക്കാരൊക്കെ മൊത്തത്തിൽ? അതായത് സാധാരണ ആൾക്കാർ വീടുകളിൽ ഇരുന്നു എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ആൾക്കാരൊക്കെ പുറത്താണ്. മൊത്തത്തിൽ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുകയാണ്. കാര്യം ഇവരിവിടെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുകയാണ്. കാര്യം ഒരുപാട് അപകടങ്ങളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി വളരെ കർത്തവ്യപൂർണ്ണമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെയും ലൈഫ് ഗാർഡുകൾ ഇവിടെ ഉണ്ട്. ആളുകൾ ഒരുപാട് പേര് ഇരിക്കുകയാണ്. അവരൊക്കെ നല്ല രീതിയിൽ വർക്ക്, അവരുടെ ജോലി നല്ല കർത്തവ്യത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടംമാതിരി ആൾക്കാർ. കുട്ടികളൊക്കെ കണ്ടില്ലേ, പട്ടമൊക്കെ പറത്തി നല്ല നൈസായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന സംഭവം
നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ ഈ ബോട്ടിങ്ങിനെ കുറിച്ചൊക്കെ, അതായത് ബോട്ടിങ്ങിനാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത്. അതിനെങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഒത്തിരി ഫാമിലീസ് ഇവിടെ ഉണ്ട്. ഒത്തിരി ഫാമിലീസ് അവരുടെ വീക്കെൻഡ്സ് ഭയങ്കര ആനന്ദകരമാക്കാനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അവരെ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്ക് പോവാം. അതിനോടൊപ്പം തന്നെ ബോട്ടിങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഗൈസ്, ബോട്ടിങ്ങിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാര്യം ബോട്ടിങ്ങിന് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അവിടെ ഓരോ ടീം റെഡിയായി നിൽക്കുകയാണ് ബോട്ടിങ്ങിനായിട്ട് പോകാനായിട്ട്. 4 പേർക്ക് 800 രൂപയെന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും ഒന്ന് ചോദിച്ചറിഞ്ഞിരിക്കാം. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി ചോദിക്കാം. ഗൈസ്, ഇങ്ങനെയാണ് ബോട്ടിംഗ് എന്ന് പറയുന്നത്. ബോട്ടിങ്ങിന് 4 പേർക്ക് 800 രൂപയാണ് ബോട്ടിങ്ങിനായിട്ടുള്ളത്. അതായത് ഒരേ സ്റ്റെപ്പിൽ 4 പേരെ കയറ്റുന്നുണ്ട്. എന്നിട്ട് അവർ എത്രയോ റൗണ്ട് കറങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പം ബോട്ടിങ് നല്ല നൈസാണ്. നമുക്ക് ഈ കടലിലൂടെയുള്ള നല്ല മനോഹരമായ ഒരു യാത്രയാണ് ഈ ബോട്ടിങ്ങിലൂടെ നമുക്ക് സമ്മാനിക്കുന്നത്. ഇനി പോകാൻ പോകുന്നത് ലൈറ്റ് ഹൗസിലേക്കാണ്. ലൈറ്റ് ഹൗസിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇതുവഴി കയറി നല്ല മനോഹരമായ ഒരു ദൃശ്യങ്ങളാണ്. ഇവിടെ ചെറിയൊരു വീടുണ്ട്. ഒരുപാട് ആളുകൾ ആ പാറപ്പുറത്തും മറ്റുമൊക്കെ ഇരുന്ന് അവിടുത്തെ വ്യൂസും മറ്റുമൊക്കെ കാണുകയാണ്. അത് മനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പാറകളുടെ മുകളിലൂടെ കയറി മുകളിലത്തെ വ്യൂ എടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് ഗൈസ്. മുകളിലൂടെ കാണുമ്പോൾ വ്യൂ കുറച്ചും കൂടെ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. സൺസെറ്റിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മനോഹരമായൊരു വ്യൂ ആണ് ഇവിടെ സൺസെറ്റിൻ്റെ വ്യൂ ആയിട്ട് കാണുന്നത്. മനോഹരമായ രീതിയിൽ സൺസെറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. ഇതിവിടെ ചെറിയൊരു ചാലൊഴുകുന്നത് പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഗൈസ്. അവിടെ നിന്നുള്ള കണ്ടിന്യൂഷനാണ്. ചെറിയ രീതിയിൽ ചാലൊഴുകുന്ന പോലെ ഇങ്ങനെ പോകുന്നുണ്ട് ഒഴുകി. നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. നമ്മളിനി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുവഴി നേരെ നമുക്ക് നടന്ന് പോകാമെന്നാണ് അവർ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞത്. ഇതാണ് കോവളത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. വളരെ മാനസികമായി നല്ല രീതിയിൽ സന്തോഷം ലഭിക്കുന്ന, അല്ലേ, വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു വ്യൂ ആണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ ലൈറ്റ് ഇങ്ങനെ മിന്നി പറയുന്നുണ്ട്. നമുക്കത് കുറച്ചും കൂടി അടുത്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുക. ഒത്തിരി ആൾക്കാർ, അതായത് കോവിഡൊക്കെ കഴിഞ്ഞ് ഇഷ്ടംമാതിരി ആൾക്കാർ ഇവിടെ റെസ്ട്രിക്ഷൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അതിനപ്പുറത്തേക്കാണ് നിൽക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കോവിഡൊക്കെ ആയതുകൊണ്ട് ലൈറ്റ് ഹൗസ് അടച്ചിരിക്കുകയാണ്. ക്ഷമിക്കണം, ലൈറ്റ് ഹൗസ് അങ്ങനെ അടച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ലൈറ്റ് ഹൗസ് അടച്ചിരിക്കുകയാണ്. നമ്മളൊരു സുഹൃത്തിങ്ങനെ ഒരാളിങ്ങനെ നോക്കി ചിരിച്ചിട്ട് പോയിരിക്കുകയാണ്. അതായത് ലൈറ്റ് ഹൗസ് കോവിഡും ഇതൊക്കെ പ്രോട്ടോക്കോളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ വിഷമകരമായിട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഗൈസ്. ഇവിടെ ഒരുപാട് ചെറിയ ഈ ഓല കൊണ്ട് മേന കൂര പോലെയൊക്കെ അതിൻ്റെ ഷേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ വള്ളത്തിൽ പോകുന്ന ആൾക്കാർക്ക് ഒരു സുരക്ഷിതമെന്നോളം അവർ മഴ സമയത്തും മറ്റുമൊക്കെ നനയാതിരിക്കാനൊക്കെ കൊണ്ടുവന്നതാണ്. ഒരുപാട് വള്ളങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഈ വള്ളത്തിലാണ് അവർ മീൻ പിടിക്കാനും മറ്റുമൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവരിത് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ കിങ് ഫിഷർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇങ്ങനെ അടച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവിടെ ഒരാളുണ്ട്, നമുക്ക് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കാം. ഹലോ ബ്രദർ, കോവിഡൊക്കെ ആയതുകൊണ്ട് എല്ലാം അടച്ചിട്ടിരിക്കുകയാണല്ലേ? ഇനി ഇത് റെസ്റ്റോറൻ്റ് ആയിരുന്നല്ലേ? പൂട്ടി മതിയാക്കിയല്ലേ? അത് ശരി. അതിപ്പോൾ റെസ്റ്റോറൻറ്റ് ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കോവിഡിന് ശേഷം? ആരംഭമായത്. ഈ വള്ളങ്ങളൊക്കെ ദിവസേന ഈ മീൻ പിടിക്കാനൊക്കെ പോകുന്നതല്ലേ? അപ്പോൾ ഇത് രാവിലെ പോകുന്നതാണ്. ഇതെന്ന് പറയുന്നത് വള്ളത്തിൽ ഉപയോഗിക്കുന്നതല്ലേ മറ്റേ മഴ? ഇത് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടൊരു സുഹൃത്താണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ നമ്മളിതാ തിരിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കാണ്ട് മാക്സിമം നോക്കാം എടുക്കാനായിട്ട്. ഇതെല്ലാം അവർ രാവിലെ പോയിട്ട് വന്ന് തിരിച്ചിവിടെ വന്ന് വെച്ചിരിക്കുകയാണ്. ചെറിയ കടകളൊക്കെ ഇവിടെ ചെറുതായിട്ടൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ പതിയെ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് വന്ന് തുടങ്ങിയെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ശ്രമിക്കാം മാക്സിമം. ഇവിടെ കണ്ടില്ലേ ഹാൻഡിക്രാഫ്റ്റ്സും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നത്. അത് മറ്റേ ഈ പറഞ്ഞതുപോലെ മറ്റ് വെളിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരത് യൂസ് ചെയ്യാം, അവർ വാങ്ങുകയൊക്കെ ചെയ്യുന്നതാണ് ഹാൻഡിക്രാഫ്റ്റ്സ് മറ്റുമൊക്കെ. ഇത് ടാറ്റോ സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊരു
റോക്ക് കഫേ റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ചെറുതായിട്ടൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ദെൻ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഇതാണ് കോവളത്തിൻ്റെ കാഴ്ചകൾ. ഇതാണ് ഗൈസ്. ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനും മറ്റുമൊക്കെയുള്ള റൂംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അവിടെയൊക്കെ ലോക്കാണ്, അപ്പോൾ അത് കറക്റ്റായി കാണാൻ പറ്റുന്നില്ലെങ്കിലും മാക്സിമം നമുക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇവിടെ കപ്പലണ്ടി ഇതൊക്കെ ഉണ്ട്, കപ്പലണ്ടിയൊക്കെ വിൽക്കുന്ന ആൾക്കാർ എല്ലാം ഇപ്പോൾ ചെറുതായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ ഒത്തിരി പേര് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ തയ്യാറാക്കിയ ചായക്കട ഇതെല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ട് എന്നാണ്, അതായത് ടൂറിസ്റ്റ് സ്പോട്ടാണ് തിരുവനന്തപുരത്തിൻ്റെ. അപ്പോൾ അത്രത്തോളം ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നു, അവരവരുടെ ഓരോ കാര്യങ്ങളും അവർ ഭയങ്കരമായിട്ട് ആനന്ദിക്കുന്നു. ഇവിടെ വരുന്നു, പോകുന്നു ഒത്തിരി ആൾക്കാർ. അപ്പോൾ ഭയങ്കര റഷായിട്ടിരിക്കുന്ന ആൾക്കാർ, ഇഷ്ടമാതിരി റഷായിട്ട് ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. നമ്മൾ തിരിച്ചങ്ങോട്ട് കോവളത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വളരെ കൂടുതലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, കാര്യം ലൈറ്റ് ഹൗസൊക്കെ ഈ കോവിഡിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുകയാണ്. നമുക്ക് എന്നാലും ഇനിയുള്ള വീഡിയോസിൽ നല്ല നല്ല പുതുമയേറിയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാം, അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ കാണാം. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും ഇത് കണ്ടവർ കാണാത്തവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഈ വിനീതനെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.